പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞങ്ങൾ കൊമരത്താണ്. അപ്പോൾ ഇന്ന് കർക്കിടകമായതുകൊണ്ട് ഇവിടെ വന്നതാണ്. അപ്പം ഞങ്ങൾ കുട്ടികളും എല്ലാം കൂടെ കൂട്ടി നാലുപങ്കെന്ന് പറയും നമ്മുടെ വീടിനടുത്തൊരു സ്ഥലമുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും. നാലുപങ്ക് നല്ല മനോഹരമായ ഒരു സ്ഥലമാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് അവധി ദിവസമായതുകൊണ്ടാണ് ഞങ്ങൾ കുമരകത്തിന് പോകുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തോന്നി നാലുപങ്കൊന്ന് കാണാൻ വേണ്ടി. കാരണം വീടിന് തൊട്ടടുത്തുള്ള സ്ഥലമാണ്. എല്ലാം വരുന്ന സമയത്തൊന്നും അവിടെ പോക്ക് നടക്കത്തില്ല. നമ്മളെല്ലാം വെറുതെ പിടിച്ച് ഓരോ പരിപാടിയൊക്കെ ആയിട്ട് വരുന്നതല്ലേ, അന്നേരം പോകാൻ പറ്റത്തില്ല. അപ്പം പിള്ളേരുമായിട്ട് അവിടെ വരെ പോകാമെന്ന് വെച്ചാൽ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം അങ്ങോട്ടൊന്ന് പോയേക്കാം. നല്ല സ്ഥലമാണ്. കുമരകത്തിൻ്റെ പ്രകൃതി ഭംഗിയെല്ലാം വിളിച്ചു പോകുന്നൊരു സ്ഥലമാണ് നാലുപങ്ക്. വഴിയൊക്കെ നല്ല വഴികളാണ്. പക്ഷേ കുറച്ച് ദൂരം അങ്ങോട്ടുള്ള വഴി മാത്രം കുറച്ച് മോശമാണ്. 10 മിനിറ്റത്തെ യാത്രയേ ഉള്ളൂ. നമ്മുടെ നസ്രയത്ത് പള്ളി ഇതാണ്, കുമരകം നസ്രയത്ത് പള്ളി. അവിടുന്ന് ഇടത്തോട്ട് പോകുന്ന റോഡ് നമ്മുടെ കോട്ടയം ക്ലബ്ബിലേക്ക് പോകുന്ന റോഡാണ്. നല്ല കാഴ്ചകളൊക്കെ കണ്ട് നല്ല അന്തരീക്ഷമാണ്. ഇന്ന് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല അന്തരീക്ഷമല്ലേ. ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിയുന്ന അട്ടിപ്പീടികയാണ്. നമുക്ക് നേരെ പോകാം. അപ്പം വൈഫും ഞാൻ 2 സ്കൂട്ടറിലാണ് പോയത്. അപ്പം ഞങ്ങളെ ഓവർടേക്ക് ചെയ്ത് വൈഫും അമ്മയും കൂടെയാണ് അങ്ങോട്ട് പോകുന്നത്. ഇതാണ് മുത്തൻ്റെ നട ക്ഷേത്രം. ക്ഷേത്രം കഴിഞ്ഞിട്ട് ഇവിടുന്ന് വലത്തോട്ട്. അപ്പം നമ്മൾ നാലുപങ്കിനടുത്ത് എത്തിയിരിക്കുകയാണ്. കായൽ തീരമാണ്. നല്ല കാറ്റും വൈകുന്നേര സായാഹ്നങ്ങളൊക്കെ ചിലവഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. വളരെ സൈലൻ്റായിട്ടുള്ള ഒരു ഏരിയ. വഴി മുഴുവൻ ആട്ടിൻകുട്ടികളൊക്കെയാണല്ലോ. അപ്പം നമ്മൾ നാലുപങ്കിലെത്തിയിരിക്കുകയാണ്. അവിടെ കുറച്ച് ബൈക്കൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് തിരക്കില്ല. ചില ദിവസങ്ങളിൽ നല്ല തിരക്കാണ്, ചില ദിവസം തിരക്കില്ല. ഇന്ന് തിരക്ക് കുറവാണെന്ന് തോന്നുന്നു. കുറച്ച് വണ്ടികളേ ഉള്ളൂ. മറ്റേത് ഇവിടെയൊക്കെ ഒത്തിരി കാറൊക്കെ വരുന്നതാണ്. ഇപ്പോൾ ഇങ്ങോട്ട് വണ്ടി കയറാതിരിക്കാൻ വേണ്ടിയാണ് അവരിവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. ഇത് സർക്കാരിൻ്റെ അധീനയിലുള്ള സ്ഥലമാണ്. നാലുപങ്ക് ബോട്ട് ടെർമിനൽ എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല രസമാണ്. ഇവിടുത്തെ കാറ്റാണ്, നല്ല കാറ്റാണ് ഇവിടെ. എന്താ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൂ ഇന്ന്. മറ്റേത് ഇവിടെ നിറച്ച ആൾക്കാരൊക്കെ, ഞങ്ങൾ ഒരു പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ നിറച്ച ആളായിരുന്നു. കായലിൻ്റെ മനോഹാരിതയും കുമരകത്തിൻ്റെ സൗന്ദര്യവും അതുപോലെ തന്നെ സൂര്യാസ്തമയമൊക്കെ ഇപ്പം ഒരു മൂടലായതുകൊണ്ടാണ് സൂര്യനെ കാണാനില്ല. ഇത് 4 കായലിൻ്റെ സംഗമ സ്ഥാനമാണ്. അതുകൊണ്ടാണ് നാലുപങ്കെന്ന് പറയുന്നത്. 1 ചിത്തിരക്കായലാണ്, 2 മാർത്താണ്ഡം, 3 റാണി, പിന്നെ 1 ആർ ബ്ലോക്ക്. അങ്ങനെ 4 കായലിൻ്റെ സംഗമ സ്ഥാനമാണ്. അതുകൊണ്ടാണ് ഇതിന് നാലുപങ്കെന്നുള്ള പേര് വന്നിരിക്കുന്നത്. അപ്പം പിള്ളേരും വൈഫും അമ്മയൊക്കെ ഇവിടെ നിന്നു.
അമ്മയ്ക്ക് പറഞ്ഞ് അമ്മയ്ക്ക് അങ്ങോട്ടൊന്ന് നടക്കണമെന്ന് തോന്നുന്നു. അന്നേരം ഇടയ മോളും അമ്മയുടെ കൂട്ടത്തിൽ ചാടി. അപ്പം ഞാനും അവിടം വരെ നമുക്ക് നടന്നേക്കാം, ഇങ്ങനെ അറ്റം വരെ. അങ്ങനെ അതിൻ്റെ അറ്റം വരെ ഒന്ന് പോയേക്കാം അല്ലേ. നല്ല രസമാണ് കേട്ടോ. സാധാരണ നമ്മൾ കോട്ടയം, കുമരകം, ചേർത്തലയൊക്കെ പോയി കഴിയുമ്പോഴത്തേനൊന്നും കുമരകത്തിൻ്റെ സൗന്ദര്യം നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റത്തില്ല. എല്ലാ ഉൾവശങ്ങളിലാണ് കുമരകത്തിൻ്റെ സൗന്ദര്യം ഇരിക്കുന്നത്. മീൻപിടുത്തക്കാരൊക്കെ വന്നിട്ടുണ്ട്. അവർ വലയൊക്കെ മുകളിൽ നിന്ന് നിരത്തുന്നു. ഇവിടം വരെ ഉള്ളു അതിൻ്റെ നടപ്പാത. അപ്പുറത്തെല്ലാം മുഴുവൻ റിസോർട്ടുകാർ, അങ്ങോട്ട് മുഴുവൻ, ആ സൈഡ് മുഴുവൻ വലിയ റിസോർട്ടുകാരുടെ കൈവശം. ഇവിടെ ഇരിക്കുന്ന നല്ല രസം. നമുക്കിതിൻ്റെ കായൽ ഒഴുകുന്നതുകൊണ്ട് നമ്മളവർക്ക് നമ്മളും കൂടെ വെള്ളത്തിനൊപ്പം നീങ്ങുമെന്ന്, അതുപോലെ രസമാണ് അതിൻ്റെ മുകളിലുള്ള ഇരിപ്പ്. കോട്ടയത്തുനിന്ന് വരുന്നവർക്ക് എളുപ്പവഴി എന്ന് പറയുന്നത് ചന്തക്കവല കഴിഞ്ഞിട്ട് സ്വല്പം മുന്നോട്ട് വന്നു കഴിയുമ്പോഴത്തേന് ലെഫ്റ്റിലോട്ടൊരു വഴിയുണ്ട്, റിസോർട്ടിലോട്ടൊക്കെയുള്ള വഴി. ആ വഴി നേരെ വന്നാലും മതി. അല്ലെങ്കിൽ കുമരകം ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് അട്ടിപ്പീടിയ റോഡിൽ വരുമ്പോഴത്തേന് 4 ബങ്ക്, അവിടെയെല്ലാം ബോർഡുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ, മീൻ പിടുത്തക്കാരുണ്ടായിരുന്നു. അവർ നേരം പോക്കിന് കഴിഞ്ഞ ദിവസം, ഇന്നലെയൊക്കെ അവർക്ക് ഒത്തിരി മീൻ കിട്ടിയെന്ന് പറഞ്ഞ്. ഇന്നിപ്പം മീൻ കുറവാണ്. എല്ലാവരും എല്ലാമായിട്ട് അവരുടെ കൂടെ കൂടി. അമ്മയ്ക്ക് അവരെ എല്ലാം അറിയാവുന്നതാണ്. അമ്മയ്ക്ക് ഇവരെല്ലാം പരിചയമുണ്ട്. അവർ പറഞ്ഞ് മീൻ കൂടുതൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നേക്കാന്നൊക്കെ പറഞ്ഞാൽ. പക്ഷേ മീൻ ഇന്ന് കുറവാണ്, അവർക്കുള്ളത് പോലും ഇല്ല. ചെറിയ മീനുകളാണ്. ഇതന്നെ ഇന്നലെ ഇവർ വീശിയിട്ട് ഒത്തിരി മീനെ കിട്ടിയെന്നാണ് പറഞ്ഞത്. ഇന്ന് കുറച്ചേ ഉള്ളൂ, ചെറിയ മീനുകളാണ്. ഇന്നലെ എല്ലാം കിട്ടിയത് മുഴുത്ത മീനുകളൊക്കെ ആയിരുന്നു.
ചെറിയ മീനുകളൊക്കെ ധാരാളം കിട്ടുന്നുണ്ട് ഇവർക്ക്. ഇവരൊക്കെ മീൻ കൊടുക്കുവാനാ 5-6 കിലോയാക്കി പോടാ തള്ളി മറിക്കാം അമ്മയ്ക്കറിയാം കളിക്കും ഇന്നലെ ജിലോബിയല്ലേ ഇന്നലെ ജിലോബിയുണ്ട് അവിടെ പോകണമെങ്കിൽ ഇപ്പോഴൊന്നും അത് വലിയത്തുവാണ് രക്ഷയില്ല പോലെ
അപ്പം നേരെ ഇരുട്ടാൻ തുടങ്ങി. പോയേക്കാന്നും വെച്ച് ഇവിടെ ചൂണ്ടയിടീരുകാരുണ്ട് കേട്ടോ. അവർ മീൻ പിടിക്കുന്ന അവിടെ. പോകാനിറങ്ങിയപ്പോഴത്തേനാണ് ബോട്ട് ടെർമിനലിൻ്റെ മുകളിൽ കയറണമെന്ന് പറഞ്ഞു. അതിൻ്റെ മുകളിൽ കയറിയ കായലൊക്കെ നല്ല വ്യൂ ആണ്. ഇതിൻ്റെ മുകൾവശം നല്ലൊരു വ്യൂ പോയിൻ്റാണ്. നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കായൽ, ആ പ്രദേശം മുഴുവൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നാലുപങ്കിലെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ ഇരുട്ടി തുടങ്ങി. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് മടങ്ങാം. അങ്ങനെ 6:30 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഇനി ഇവിടുന്ന് കോട്ടയം പോകണം.